എങ്ങനെ ഏറ്റവും മികച്ച കോഴ്സുകളിലെത്താം, ആ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സ്കിൽസ്, ഇന്ന പൊട്ടൻഷ്യൽസ് കണ്ടെത്തുക എന്നുള്ളത്. രണ്ടാമത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ജോബാണ് അല്ലെങ്കിൽ എന്ത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസാണ് ഓരോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തൊഴിൽ മേഖലയിൽ വരുന്നത്. എൻ്റെ ഓഫീസിലൊരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നഴ്സിംഗ് പഠിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാണ് നഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞെ? നഴ്സിംഗ് പഠിക്കുന്നത് പെട്ടെന്ന് ജോലി കിട്ടും, പിന്നെ വിദേശത്ത് പോവാം. അപ്പോൾ ആത്യന്തികമായി ആ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിൻ്റെ കുട്ടിയുടെ ഉദ്ദേശം എന്താ? പെട്ടെന്ന് ജോലി കിട്ടണം, അതോടൊപ്പം വിദേശത്തൊക്കെ പോകണം. അപ്പോൾ വിദേശത്ത് പോവാൻ ഏറ്റവും നല്ലത് നഴ്സിംഗ് പഠിക്കലാണ്. അതിനേക്കാൾ രസകരമാണ് ഒരു പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് നഴ്സിനെ കല്യാണം കഴിക്കണം. ഞാൻ ചോദിച്ചാൽ അതെന്തിനാണ് നഴ്സിനെ കല്യാണം? കരിയറിൻ്റെ ഒപ്പം തന്നെ ഡിഗ്രി MBA ഒക്കെ എടുക്കുക, അതോടൊപ്പം ഒരു നഴ്സിനെ കല്യാണം കഴിച്ച് MBA വെച്ചുകൊണ്ട് പുറത്തേക്ക് പോവാം. ഭയങ്കര പ്ലാനാണ്. അങ്ങനെയാണ് കുട്ടികൾ പലരും എന്ത് ചെയ്യുന്നത്, കരിയർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, കുഞ്ഞെ, ഈ നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ബെഡ്രിഡനായ ശയ്യാവലംബികളായ രോഗികൾ, പറ്റക്കിടപ്പിലായ ആളുകൾ, അവരുടെ 1, 2, 3 അവർ ബെഡിൽ തന്നെ ആയിരിക്കും നടത്തുക. ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷങ്ങളായിരിക്കും ഉണ്ടാവുക. പലർക്കും അറപ്പുളവാക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാം. അത്തരം സാഹചര്യങ്ങൾ, അത്തരം കിടപ്പ് രോഗികളെ ഒരു മടിയും അറപ്പും ഇല്ലാതെ പരിചരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ചിലപ്പോൾ അവരുടെ വിസർജ്യങ്ങൾ വരെ, ഹ്യൂമൻ വേസ്റ്റുകൾ വരെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്കും കുട്ടി ഭയങ്കര അറപ്പ് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യാൻ പോകുന്ന നഴ്സിംഗ് അങ്ങനത്തെ ഒരു കോഴ്സാണ്. അപ്പോഴത്തേക്കും കുട്ടി നഴ്സിംഗ് വിട്ടു, അതിൽ നിന്ന് പിന്മാറി. വേറൊരു സന്ദർഭത്തിൽ ഒരു അമ്മയും മോളും എൻ്റെ അടുത്ത് വന്നു. ആ കുട്ടിയും ഇതേപോലെ എന്നോട് പറഞ്ഞു, എനിക്ക് നഴ്സിംഗ് പഠിക്കണം. ഞാൻ എന്തിനാണ് നഴ്സിംഗ് പഠിക്കുന്നത്? അവൾ പറഞ്ഞു, എനിക്ക് നല്ല ജോലി കിട്ടണം, പിന്നെ എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ കുട്ടിയോടും പറഞ്ഞു, ഇങ്ങനെ ഈ ഭയങ്കര ശയ്യാവലംബികളായ കിടപ്പ് രോഗികളായ ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ പരിചരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അറപ്പുണ്ടാവും. അതിന് മറുപടി പറഞ്ഞത് അമ്മയാണ്. അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? സർ, എൻ്റെ അമ്മ കിടപ്പ് രോഗിയാണ്, ഒരറപ്പുമില്ലാണ്ട് അവരുടെ ഹ്യൂമൻ വേസ്റ്റുകൾ പലപ്പോഴും ഗ്ലൗ ഒന്നും ഇടാതെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും ഇവളെക്കുറിച്ച്. പലപ്പോഴും ഞാൻ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ അമ്മയുടെ കാര്യത്തിൽ ഇവൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നിയതാണ് നഴ്സിംഗ് ഇവൾക്ക് ബെസ്റ്റായിരിക്കും, നല്ല മോളാണ് ഇവൾ. നമുക്ക് അമ്മയ്ക്ക് മോളെക്കുറിച്ചുള്ള അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഈ ഒരു വർക്കും ഈ ഒരു പെരുമാറ്റവും രീതികളും അവളുടെ ഒരു അപ്രോച്ചും കൊണ്ട് അവൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന കരിയർ എന്തായിരിക്കുമെന്ന് അമ്മക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. നോക്ക്, ഞാൻ പറയുന്നത് ഈ ഓരോ കോഴ്സ് കഴിയുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ജോലിയും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തായിരിക്കും. ഒരു മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുടെ ജോബ് ഒരു ഐസൊലേറ്റഡ് ഐലൻഡ് പോലെ ഒരു വെസലിൽ കാലാകാലം ഒരു 10-15 ദിവസം മാത്രമല്ല, ചിലപ്പോൾ 3 മാസം 4 മാസം 5 മാസം തുടർച്ചയായിട്ട് യാത്ര ചെയ്യേണ്ടി വരും. ഒരു റോബിൻസൺ ക്രൂസോയെ പോലെ ഉള്ളൊരു മാനസികാവസ്ഥയിൽ ജീവിക്കേണ്ടിയൊക്കെ വന്നാൽ, ദെൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഫുൾ ടൈം ഈ ഡെസ്ക്ടോപ്പ് ജോബ് ചെയ്യേണ്ടി വരുന്നാലുള്ളൊരവസ്ഥ എന്തായിരിക്കും? ഞാൻ പറയുന്നത്, നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞാൽ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യുന്ന ജോബുകളുടെ ഒരു സ്വഭാവം എന്തായിരിക്കും? അത് ഗ്രൂപ്പായിട്ടാണോ, ഇൻഡോർ ആണോ, ഔട്ട്ഡോർ ആണോ? ദെൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും? ദെൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിയുന്ന ഒരാൾ പ്രോസസ്സ് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് വരുന്നതെങ്കിൽ കെമിക്കൽ പ്രോസസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പലപ്പോഴും ടോക്സിക്കായ സാധനങ്ങളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. ദെൻ അങ്ങനെ വരുമ്പോൾ ഇത് ചെയ്യാൻ പറ്റും. ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരാളെ ശാരീരികമായി പരിചരിക്കേണ്ടി വരും. അയാളെ ഒരു തരത്തിൽ പറഞ്ഞാൽ മസാജിങ് പോലെ ഒക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ, ഒരുപാട് മെഷീൻസ് ഉണ്ട്. പക്ഷേ അത്തരം വർക്കുകളാണ് അതിൽ വരിക. അത്തരം ജോബുകളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലേ? എൻ്റെ വൈഫിൻ്റെ ഏട്ടത്തി ഫിസിയോതെറാപ്പി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ നാട്ടുകാരൊക്കെ ചൊറിഞ്ഞു. അവർ പറഞ്ഞു, ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് കമൻറ്റ് ചെയ്തതാണ്. പക്ഷേ വളരെ നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മൾ കോഴ്സുകളെ കുറിച്ചുള്ള പൊതുധാരണകൾ വേറെ, നമുക്കുള്ള ആറ്റിറ്റ്യൂഡുകൾ വേറെ. അതുകൊണ്ട് ഇത് രണ്ടും രൂപപ്പെടുത്തുന്നിടത്ത് കൃത്യമായിട്ട് എന്ത് ജോലിയായിരിക്കും, ജോലിയുടെ സ്വഭാവം എന്തായിരിക്കും, അതിൻ്റെ ഒരു രീതി എന്തായിരിക്കും, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ ചെയ്യേണ്ടി വരും,
അത് ചെയ്തുകൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പൈലറ്റ് ആവുമ്പോൾ പൈലറ്റ് സാഹസികത ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ആളുകളുണ്ടാവും. പക്ഷേ ബേസിക്കലി ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ അതൊരു പോളിഷ്ഡ് ഡ്രൈവർ മാത്രമാണ്. അങ്ങനെ മാത്രമായിട്ട് കാണുന്ന ആളുകൾ ഒരിക്കലും അതിലേക്ക് എന്ത് ചെയ്യാൻ പോവാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾ പലപ്പോഴും സൂപ്പർവിഷൻ്റെ ഭാഗമായിട്ട് പുറത്തൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തൊരു പയ്യൻ എന്നോട് വന്നിട്ട് പറഞ്ഞു എൻ്റെ ഗ്ലാമർ പോയി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കാരണം? ഈ ഫീൽഡിൽ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്നത് കൊണ്ട്, സൈറ്റുകളിൽ പോകേണ്ടി വരുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ കോഴ്സുകളിലേക്ക് വരാൻ. അങ്ങനെ കൃത്യമായൊരു ധാരണ ഓരോ കോഴ്സിനെ കുറിച്ചും കണ്ടന്റിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി വളരെ സേഫായൊരു ലാൻഡിങ് നടത്താൻ പറ്റും. ഈ കണ്ടന്റും വളരെ പ്രധാനപ്പെട്ട, അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. എന്തായാലും കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നിടത്ത് ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ അഭിരുചി കണ്ടെത്തുക, സ്കിൽസ് കണ്ടെത്തുക. രണ്ടാമത്തേത് ഓരോ കോഴ്സും കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഇത് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ല കരിയറിൽ എത്തിച്ചേരും, സംശയമില്ല. അതുകൊണ്ട് നല്ല കരിയറുകളിൽ നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.